അറിയാതെ പോലും ഡിസംബർ 31-ാം തീയതി വിട്ടുകളയരുത്. അന്നാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി വരുന്നത്. വൈകുണ്ഠ ഏകാദശി എന്നത് ഓരോ വർഷവും ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. വർഷം മുഴുവൻ വരുന്ന 24 ഏകാദശി വ്രതങ്ങൾ എടുക്കാൻ സാധിക്കാത്തവർ ഈ ഒരേ ഒരു ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ ഈ 24 ഏകാദശി വ്രതങ്ങൾ നോറ്റ ഫലം ലഭിക്കുമെന്നാണ് ഐതിഹ്യം. മാത്രമല്ല 30 മുക്കോടി ദേവകളെ വഴിപാട് ചെയ്ത ഫലവും ലഭിക്കുന്നതാണ്. ഇന്നേ ദിവസം ഒരു 10 രൂപ ചെലവാക്കി ഒരു വസ്തു വാങ്ങിയാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്നതാണ്. എന്നാൽ ഈ ഒരേ ഒരു തെറ്റ് മാത്രം ചെയ്യുവാനും പാടില്ല. നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. വൈകുണ്ഠ ഏകാദശി ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് അതിരാവിലെ തുറക്കുന്ന സ്വർഗവാതിൽ വഴി അകത്തുകടന്ന് ഭഗവാനെ ദർശനം നടത്തുന്നതിലൂടെ വളരെ വലിയ പുണ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി മഹാലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പച്ചക്കർപ്പൂരത്തിൻ്റെ വാസന. ഒരു 10 രൂപ കൊടുത്ത് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പച്ചക്കർപ്പൂരം വാങ്ങി ഒരു മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ കിഴികെട്ടി നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധി നിറയുന്നതാണ്. ഇനി ഏകാദശി ദിവസം ഒരു കാരണവശാലും അരിഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല. ഏകാദശി ദിവസം അരിയിൽ അസുരൻ വസിക്കുന്നു എന്നതാണ് ഐതിഹ്യം. അതിനാൽ ഏകാദശി ദിവസം പാൽ, പഴം എന്നിവ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നതാണ് ഉത്തമം. ഓം നമോ ഭഗവതി വാസുദേവായ.